Yes, Helen. Yeah. Helen, I will call you back. സർ, പ്രഭാകരൻ RDO. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞില്ലേ? സർ, കഴിഞ്ഞു. ഞാൻ വിളിപ്പിച്ചത് സർ, പുറത്തുനിന്ന് പബ്ലിക്കിനെ ഒരാളെ പോലും അകത്തോട്ട് കടത്തേണ്ടെന്നാണ് ഇവിടെ ഡിവോട്ടീസിന്റെ തീരുമാനം. സർ. പിന്നെ മീഡിയക്കാരെയും റെസ്ട്രിക്ട് ചെയ്തോണം. സർ, തടയുന്നുണ്ട്. സർ. ഹെലൻ വിളിച്ചിരുന്നു. അവിടുന്ന് അവർ ഹെലികോപ്റ്റർ അയച്ചിട്ടുണ്ട്. ഇവിടെ അകത്ത് ഫോറിനേഴ്സിന്റെ പ്രയർ കൂടി കഴിഞ്ഞാൽ പിന്നെ താമസിപ്പിക്കണ്ട. ബോഡി കോപ്റ്ററിൽ ഗോവയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചായിരിക്കും ബാക്കി ചടങ്ങുകൾ. അങ്ങനെ ചെയ്തു. സാർ, നരി മെയിൻ ഗേറ്റ് കടന്നു. കോൾ ഹമീദ്. സർ, ഒറ്റയാളെ അകത്തേക്ക് എടുത്തുവിടാൻ പറ്റില്ല. മുകളിലുള്ള ഓർഡറാണ്. മാറണം. സർ, IG വിളിക്കുന്നു. സർ, AC നരേന്ദ്രൻ ഒരു കാരണവശാലും അകത്തേക്ക് വരാൻ പാടില്ല. സർ. Go, block him. നരി, ഞാൻ ഹമീദ്. പ്ലീസ്. ഹമീദ് മാറ്. നരി, ദയവേദി ഞാൻ പറയുന്നതെന്ന് മോറി നിക്കണോ. Hey, don't move. All right. Stop! You bloody get the hell out of here! Oh! You! Mary! വിട്ടിത്തരം കാണിക്കണോ ഇഡിയറ്റ്. Mary! പിടിച്ചു മാറ്റടാ. എടാ, ഒരു മരണം നടന്ന സ്ഥലമായത്. സോ വാട്ട് സർ? മരണം നടന്ന സ്ഥലത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പോകാം. തടയാൻ പാടില്ല ഒരുത്തരും. ഐ എം ഡൂയിങ് മൈ ഡ്യൂട്ടി. അവന്റെ ഒരു ഡ്യൂട്ടി വിളിച്ചോട്ട് പോടാ എന്റെ കൺമുന്നിന്ന്. നോ സർ, ഐ വാണ്ട് ടു നോ വൈ ദ ഹറി. മരണം സംഭവിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം. എല്ലാ ഫോർമാലിറ്റീസും ഓടിച്ചു തീർത്ത് ബോഡി ഗോവയ്ക്ക് പാഴ്സൽ ചെയ്യാൻ ആർക്കാണ് സാർ തിടുക്കം? കമാൺ, ഹൂ ഗേവ് ദ ഓർഡേഴ്സ്? എനിക്കറിയണം. നോ, നിനക്കറിയാനുള്ള സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും അടക്കം കൃത്യസമയത്ത് നിന്റെ ടേബിളിൽ എത്തിച്ചു തരും. അതിന് അധികാരപ്പെട്ടവര്. വെയിറ്റ് ടിൽ ദാറ്റ്. അത്ര മതി ഡ്യൂട്ടി. ഈ പറഞ്ഞതിന്റെയൊക്കെ മഹത്വം ഒരുപാട് കൊല്ലം മുമ്പ് നിങ്ങൾ എന്നെ പഠിപ്പിച്ചതല്ലേ സാർ? കമാൺ, ഗെറ്റ് ലോസ്റ്റ് ഐ സേ. ഇറക്കിക്കൊണ്ട് പോടോ. യെസ് സർ, ദിസ് എക്സ്പ്ലെയിൻസ് എ ലോട്ട്. എടാ നരി, എടാ. മരിച്ചു കിടക്കുന്ന രമാബഹന്റെ നാവിന് ജീവൻ വെച്ചാൽ അവരൊരുപക്ഷെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കില്ലേ സത്യങ്ങൾ? അതിന്റെ 100 ഇരട്ടി വിളിച്ചു പറയുന്നുണ്ട് ഇപ്പോ. എന്നെ ഇവിടെ നാട്ടിയിറക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം, ഈ വെമ്പൽ, this betrays you sir, your intentions. ഒളിക്കാൻ ഒരുപാടുണ്ട് സാർ നിങ്ങൾക്ക്, ആർക്ക് വേണ്ടിയാണെങ്കിലും. And this tells me why you are too bloody bothered. Enough. Thank you. ഇഷ്ടപ്പെട്ടു നരിയെ. ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ലോകം നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന വിഡ്ഢികളുണ്ടല്ലോ, വീരപുരുഷന്മാർ, നരിയെ പോലെ. ഇഷ്ടമാ സേതുവിന്. ദയ, ദീനാനുകമ്പ, സഹതാപം, ദാക്ഷിണ്യം, അങ്ങനെ എല്ലാം ചേർത്തൊരിഷ്ടം. പൊയ്ക്കോ. ഒറ്റയ്ക്ക് ബ്രഹ്മം പിടിച്ചിറക്കി സർവം കാൽ കീഴിലാക്കാൻ ഒരുമ്പട്ടിറങ്ങുന്ന മഹാബുദ്ധിശാലികളുണ്ടല്ലോ നിന്നെ പോലെ. ദ പാമ്പസ്, ദ വെയിൻ ഗ്ലോറിയസ്. ഒറ്റ സത്യമേ തിരിച്ചറിയാതെ പോകുന്നുള്ളൂ അവസാന നിമിഷം വരെ. That they make the best among fools. എത്രയും മികച്ച വിഡ്ഢികൾ. The most ludicrous. You belong. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. Till we meet next. ഹലോ,
ജലപാലൻ ഓർമ്മയുണ്ടോ? അറിയാം വാ വന്നേ. അതെന്നാ ഏർപ്പാടാ, ഇത് നമ്മളെ ജൂറിസ്ഡിക്ഷൻ. അറിയാം വാ, നമുക്കൊന്ന് കൂടിയേച്ച് പോവാം. നരിക്ക് കെണിവെക്കാനാണെങ്കിൽ ഇത് പോര ജലപാല സന്നാഹം. ചെന്ന് പറയണം നിന്നെ അയച്ചവരോട്, അവരാരാണെങ്കിലും. കേട്ടടാ കള്ള ജലപാല മോനെ. ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ചോദിച്ചോണ്ട് അങ്ങോട്ട് ചെന്നേച്ചാ മതി. നീ എന്തെന്നാണ് ഈ പനറ്റുന്നേ അവിടെ ചെവിയിലോട്ട്? ഞങ്ങള് പെണ്ണുങ്ങള് തമ്മി പറഞ്ഞതാ. എന്നാ പിന്നെ എന്തേലും വിട്ടിത്തമായിരിക്കും. നിങ്ങളൊന്ന് പോയി മനുഷ്യനെ. നീ ചെല്ലേ, അല്ലെങ്കിൽ തന്നെ കേസിന്റെ ടെൻഷൻ എല്ലാം കൂടെ മണ്ടയിലോട്ട് കേറിയിട്ട് പ്രഷറിന് ഗുളിക 2 എണ്ണം കൂടുതൽ വിഴുങ്ങിയേച്ച് നിൽക്കുക ഞാൻ. പോ. നീ ഒന്ന് വിട്ടേ പ്രഭേ. അത് പിന്നെ നിങ്ങൾ ഈ ടെൻഷൻ മുഴുവൻ ഒറ്റയ്ക്ക് പിടിക്കുന്നതിന്റെ നരീനെ കണ്ടുപിടിക്കും. കേസിന്റെ കാര്യങ്ങൾ മുഴുവനും പ്രഭയുടെ കൂടെ ഷെയർ ചെയ്യും. അങ്ങനെ വേണം ആണുങ്ങള്. പണ്ടൊരു കേസിന്റെ ടെൻഷൻ രണ്ടും കൂടെ ഷെയർ ചെയ്തതിന്റെയാ ഒടുക്കം പേരുദോഷം തീർക്കാൻ നമ്മൾ റേഷ്യ വെച്ചിട്ട് സാക്ഷി ഒപ്പിട്ട് കൊടുത്തത് അല്ലേടി? എടാ ഹേമമ്പലം തട്ടിയായിരുന്നോടോ ഇന്നലത്തെ സ്റ്റണ്ട്? നോ സർ, ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ജലപാലൻ ഒറ്റയ്ക്ക് ധൈര്യപ്പെടുകയല്ല. ഇല്ല സർ, ഐ ജി ബാലു, അപ്പിച്ചായി, സേതു, അങ്ങനെ ഏത് ധൈര്യം വേണമല്ലോ ആകാൻ പറയും. റിപ്പോർട്ട്സില് സാർ വായിച്ചില്ലേ? An excessive dose of barbiturates followed by a massive cardiac arrest. ഉറക്കത്തിൽ രമാബഹൻ മുൻപ് 3 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു പ്രണയ നൈരാശ്യം, മറ്റു പലതും. കൂനൂർ പഠിക്കുമ്പോ പിന്നെ 2 തവണ വീണ്ടും ഗോവയിൽ ഹർഷപുരി ആശ്രമത്തിൽ സന്യസിക്കാൻ ചേർന്ന കാലത്ത്. എടാ നിനക്കിതൊക്കെ ആശ്രമത്തിൽ നിന്ന് അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. രമാബഹൻ ഒരു പശ്ചാത്തലമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ, വിശ്വസിപ്പിക്കാൻ. അവരുടെ സെക്രട്ടറിയുടെയും അടുപ്പമുള്ള മറ്റ് അന്തേവാസികളുടെയും മൊഴികൾ അത് സ്ഥാപിച്ചെടുക്കുന്നത്. That she was depressed perpetually. നീ വിശ്വസിച്ചോ? ക്രാപ്പ്. നമ്മൾ അന്വേഷിച്ചെന്ന് തൊടുന്നിടം ഓരോ കന്നിയായിട്ട് മുറിച്ചോണ്ടിരിക്കുക അവര് ആരായാലും, അല്ലടാ സർ? പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ചെന്ന് തൊടുന്നെങ്കിൽ അതവനങ്ങനെ ഒറ്റ വെട്ടിന് മുറിക്കാൻ പറ്റുന്ന കണ്ണി ആവില്ല സർ. എന്നാലും ആരായിരിക്കുന്ന നിന്റെ ആരുമാവാ സർ? കണ്ടതല്ലേ കാരുണ്യദീപത്തിൽ ദ ലേറ്റ് രമാബഹന്റെ യാത്രയപ്പിന് വന്നു നിരന്ന പ്രമാണിമാരിൽ ആരും അവസാനം വന്നിറങ്ങിയ ഈ അപ്രതീക്ഷിത VIP അടക്കം എനി ബഡി
ആൻഡ് വി വിൽ ജസ്റ്റ് ജംബിൾ ദ ലിങ്ക്സ്. എന്ന് വെച്ചാൽ എന്തും നമുക്ക് ഊഹിക്കാം. നിങ്ങളുടെ ഈ ദൈവപുത്രൻ ഈ VIP അടക്കം ആരെയും സംശയിക്കാം ഫ്രം എൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. സർ, ഏത് നിലയ്ക്കെന്നറിയില്ല, എത്ര ആഴത്തിലെന്ന് ഊഹവുമില്ല. ബട്ട് ഹി ടു ഈസ് ഇൻവോൾവ്, കണക്റ്റഡ് എവിടേക്കോ. സാറ് പറഞ്ഞില്ലേ ഗോവ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. ഐ ഡിഡ് ഫോളോ അപ്പ്. സേതുവിനും മിസ് ഹെലൻ കോടയ്ക്കുമൊപ്പം ഗോവ പാം ബീച്ച് അനക്സിൽ ഇവനും ഉണ്ടായിരുന്നു സർ. ആൻഡ് ഹി വാസ് ഹാവിംഗ് എ ഗുഡ് ടൈം ടു. That means fun, girls, booze and stuff. ആട്ടവും പാട്ടും കൂത്തും കുടിയെല്ലാം. But that's absolutely no concern of ours. ഒന്ന് തെളിച്ച് പറയണ്ടേ നരി, ഇവനെങ്ങനെ? No, തൽക്കാലം പറയില്ല സർ. കൂടെ കിടക്കുന്ന സ്വന്തം ഭാര്യയോട് പോലും. ഇന്ന് രാത്രിയോ നാളെ പുലർച്ചെയോ മുൻ പരിപാടികൾ മുഴുവൻ റദ്ദ് ചെയ്ത് CM കൊച്ചിയിലെത്തുന്നു. An abrupt lightning visit. അല്ലേ സർ? റിപ്പോർട്ട് കിട്ടിയില്ലേ? കിട്ടി. ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഗോപ്യം. But I expect a showdown. എന്നടാ ഒരംഗം